അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം കാണിക്കാത്തതാണ്. എന്നും അത് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ച്. നിങ്ങൾ പറയുന്നുണ്ട് ബോറടിക്കണില്ല എന്ന്, എന്നാലും എനിക്ക് തന്നെ എന്തോ പോലെ. അങ്ങനെ രാവിലെ ഇതാ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് ചേട്ടൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കുറേ എരുക്ക് നട്ട്, അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുറേ എരുക്കല്ല, ഒരു എരുക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ പറിച്ചു കൊടുത്തതാണ്. തമ്പുരാൻ്റെ ക്ഷേത്രത്തിലാണ് പോണത്, മഹാദേവൻ്റെ. അപ്പോൾ കേശു അവിടെ പിണങ്ങി നിൽക്കണതാണ്, കൊണ്ടുപോകാത്തതുകൊണ്ട്. ഇപ്പം എണീച്ച് വന്നതേ ഉള്ളൂ, പല്ല് പോലും ആൾ തേച്ചിട്ടില്ല. അച്ഛൻ്റെ കൂടെ എനിക്കും പോകണമെന്ന് പറഞ്ഞ് അവിടെ ചിണുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവനും കൂടെ കുളിച്ചൊരുങ്ങി പോകാനായിട്ട് നിന്നാലും വീണ്ടും 1/4 മണിക്കൂർ എടുക്കും. ചേട്ടനാണെങ്കിൽ ഇന്ന് പോയിട്ട് വന്നിട്ട് നേരെ കടയിൽ പോകണം, അപ്പോൾ ലേറ്റാവും. അങ്ങനെ ഒരുവിധം അവനെ പൊന്നെ പൊറ്റി കണ്ണേ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അകത്ത് കയറ്റി. ഇനി രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കേശുവിന് സ്കൂൾ അടച്ചേട്ടാ. കേശുവിന് സ്കൂൾ വെള്ളിയാഴ്ചയാണ് അടച്ചത്. വെള്ളിയാഴ്ച ഇരുന്നായിരുന്നു മോൻ്റെ ക്രിസ്മസ് ഫംഗ്ഷനും പ്രോഗ്രാംസും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി കേശുവിന് സ്കൂൾ പൂട്ടിയില്ലെന്ന്. സ്കൂൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അടച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ലേറ്റായാണ് എഴുന്നേറ്റത്. അപ്പോൾ എന്ത് പറയാനായിട്ട്, ചേട്ടൻ്റെ പിന്നെ 8:45 9 മണി കഴിഞ്ഞ് പോയാൽ മതി. പിന്നെ അങ്ങ് എന്തോന്ന് പറയാം, മനുഷ്യനല്ലേ എന്നും ഒരേ കാര്യം ചെയ്ത് ഇത് ബോറടിക്കില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചെന്ന് പതുക്കെയൊക്കെ എഴുന്നേക്കാന്ന്. അങ്ങനെ കാപ്പിയൊക്കെ ഇതാ കുറച്ച് ലേറ്റായാണ് ഉണ്ടാക്കണം. ലേറ്റായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകത അറിഞ്ഞൂടെ, നമുക്കിപ്പോൾ നേരെ വെളുക്കാനായിട്ട് നന്നായിട്ട് താമസിക്കും. ഒരു 6:15 എങ്ങനെയൊക്കെ പോയാലും 6:15 ആകുമ്പോഴാണ് നേരം വെളുക്കണത്. പക്ഷെ വെളുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് ഭയങ്കര വെട്ടവും വെളിച്ചവും. ഒരു 7-7:30 ആകുമ്പോൾ തന്നെ നല്ല അങ്ങ് വെയിലുമാണല്ലോ. അപ്പോൾ സാധാരണ ദിവസമാണെങ്കിൽ ഒരു 7:30 മണിയൊക്കെ ചെറിയൊരു മന്ദാരം പോലെ കിടക്കും. ഇപ്പോൾ അങ്ങനെയല്ല, 7:30 മണിക്ക് വെളിയിറങ്ങി എൻ്റെ പൊന്നെ നട്ടുച്ചയാണെന്ന് തോന്നുന്നു. അതുപോലത്തെ വെയിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറയണതാണ്. അങ്ങനെ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. പിന്നെ അതുമല്ല മോന്, ഞാൻ പറഞ്ഞില്ലേ മോന് നല്ല പനിയായിരുന്നു, ചെവിവേദനയുണ്ട്. ചെവിവേദന കുറവുണ്ട്, പക്ഷേ ഈ വെള്ളിയാഴ്ച ഇരുന്ന് പ്രോഗ്രാം ആയതുകൊണ്ടാണ് എൻ്റെ കൊച്ച് അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ നടന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിടയില്ലായിരുന്നു. അത്രയ്ക്ക് ക്ഷീണമുണ്ട് അവന്. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര ചിണുങ്ങക്കും കരച്ചിലും ഒക്കെ ആയിരുന്നു. അതാണ് അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. ആളൊട്ടും ഓക്കെ അല്ലായിരുന്നു. പക്ഷേ മോന് സ്കൂളിൽ പോയാലേ പറ്റുള്ളൂ. അവൻ ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ ആ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അവിടെ എല്ലാവരും, ഇപ്പോൾ മോനെന്നല്ല എല്ലാവരും ഓക്കെ ആയി. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണല്ലോ, പിള്ളേരാരും അവർ മാറ്റി നിർത്താണ്ട് എല്ലാ പ്രോഗ്രാംസിനും അങ്ങ് പങ്കെടുപ്പിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പൊന്നന് പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് അറിഞ്ഞൂടെ, ഇന്നും ചെറിയ ഒരു ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ ഇഷ്ട ഭക്ഷണമാണെങ്കിൽ നമ്മളെ മനസ്സും നമ്മളെ ബോഡിയും കൂടെ ഓക്കെ ആയിരുന്നാലല്ലേ അത് കഴിക്കാനായിട്ടൊരു രസം തോന്നുള്ളൂ. അങ്ങനെ പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയണത് എന്താണെന്ന് അറിയാമോ, ചിലപ്പോൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ റെസിപ്പി വീണ്ടും ചോദിക്കും, ചേച്ചി അതിന് റെസിപ്പി ഇടുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പുറംചട്ട കണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു ഈ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യവും. നല്ല ഭംഗിയുള്ള നല്ല വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. അത് കട്ട് ചെയ്തപ്പോഴേക്ക് അകം കണ്ടില്ലേ, ഇതാ മൊത്തം കേടായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കേടെന്ന് പറഞ്ഞാൽ വേറെന്തോ ഒരു സംഭവം പോലെയൊക്കെ തോന്നി. അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി പീസ് എടുത്ത് നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കങ്ങ് ഫുള്ളായിട്ട് കളയാനായിട്ട് മനസ്സ് വരില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 4-5 വിസിലിൽ അതിനെ അങ്ങ് വേവിച്ചെടുക്കാം. നമുക്ക് മനസ്സിൽ ചെറിയ മടിയെന്ന് തോന്നിയുണ്ടല്ലോ, പിന്നെ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചങ്ങ് എണീച്ചാൽ നല്ല അടിപൊളിയായിട്ട് എഴുന്നേറ്റ് ഭയങ്കര ഫ്രഷ്നെസ് തോന്നും. പക്ഷേ നമ്മളായിട്ട് തന്നെ അയ്യോ വേണ്ട, ഇന്നിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ചൊന്ന് കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലെ ഒരു ക്ഷീണവും കാണൂല. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, രാവിലെ നല്ല മടിയായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഈശ്വര മടിയായിട്ടിരുന്നാൽ ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ പോകും, അതുകൊണ്ട് പിന്നെ അങ്ങ് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കടുക് വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് അതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഒരു സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ്.
ഈ പൂരി മസാല ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു സംഭവത്തിന്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം ഒന്ന് വഴണ്ട് വന്നോട്ടെ. പിന്നെ വേറൊരു കാര്യമുള്ളത് ഇത് കേട്ട് നോക്കേ. ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ടിപ്പിക്കൽ സോങ് ആണല്ലോ ഇത്. എനിക്ക് ഇങ്ങനെ ആവാനല്ല കേട്ടോ താല്പര്യം. സത്യം പറഞ്ഞാലേ ഇപ്പോഴുള്ള പെണ്ണുങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ല. ഈ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെയോ കഷ്ടപ്പെടണ കാരണം ജോലി ചെയ്യുന്ന സ്ത്രീകൾ പെണ്ണുങ്ങളെന്നൊക്കെ തോന്നുമല്ലോ. എന്നും കഷ്ടപ്പാടും ദുരിതവും മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇപ്പോഴുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെയൊന്നും അല്ല. ഇപ്പോഴുള്ളവരുടെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെയൊക്കെ അങ്ങനെയാണേ. ജീവിതം പരീക്ഷ എന്ന നേരറിഞ്ഞ് പുഞ്ചിരിച്ചു. സത്യം പറഞ്ഞാലേ എനിക്ക് ആദ്യത്തെ ഓംകാര ശങ്കിൽ ചേരുമ്പോൾ എന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ സ്ത്രീകളെപ്പോഴും എന്തോ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കും പോലെ അടുക്കളയിൽ കിടന്ന കാര്യം പുകയേറ്റ് അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴുള്ള സ്ത്രീകളൊന്നും അങ്ങനെയൊന്നും അല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നല്ലേ നമ്മൾ വിചാരിക്കണതല്ലേ. എല്ലാവരും അതിൻ്റെ ചുവട് പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കേൾക്കണേക്കാളും എനിക്കിതാ ഇതുപോലുള്ള കുറച്ച് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ, ഇനി എന്തൊക്കെ തലയ്ക്ക് മീതെയുള്ള പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴൊന്നും ഒന്നങ്ങ് കൂളായിട്ട് നിന്നാൽ എല്ലാം അങ്ങ് തീരുമെന്നൊരു തോന്നലുണ്ടേ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ. പിന്നെ സത്യം പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കണത്. പൂജ്യത്തിൽ നിന്ന് മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. അങ്ങനെ എൻ്റെ പൂരിയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് പുള്ളിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ അത് ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കണതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെപ്പോഴും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. എന്നാലും ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. ഗോതമ്പ് മാവ്, മൈദാമാവ്, റവ. ഗോതമ്പ് മാവ് എടുത്തിട്ട് കുറച്ച് മൈദാമാവും കുറച്ച് റവയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പൂരി ഉണ്ടാക്കിയാൽ ഇതുപോലെ കിടലിനായിട്ടുള്ള പൂരി കിട്ടും. പിന്നെ നേരത്തെ ഞാൻ ആ പാട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്തെന്നറിയാമോ? എനിക്ക് FBയിൽ വന്നൊരു കമൻറ്റാണേ. നമ്മളെന്തോ ഇങ്ങനെ എന്താ പറയാനായിട്ട് ഞാൻ ഈ ചെയ്യണ കാര്യങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കണത്, കുളിക്കണത്, വിളക്ക് കത്തിക്കണതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യണ കാര്യങ്ങളാണ്. അല്ലാതെ എന്നെ ആരും അടിച്ചേൽപ്പിച്ചതോ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നും ചെയ്യണതല്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നീ കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവൂ, അങ്ങനെ ഒന്നും ഇവിടെ ഒരു നിയമവും ഇല്ല. പക്ഷേ എൻ്റെ ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും പോലെയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും തോന്നുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ ഹിന്ദുസ് ആയതുകൊണ്ട് അങ്ങനെ അല്ല, ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോഴേക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര വൈബാണ്. ആ ഒരു പോസിറ്റീവ് വൈബ് അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഓംകാരം ശങ്കിൽ ചേരുമ്പോൾ എന്നുള്ള ഒരു പാട്ടില്ലേ, സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോന്നും കേട്ടോ. നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യും പോലെയല്ലേ. അത് കേൾക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളങ്ങനെയാണല്ലോ, നമ്മളെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ. കാരണം ഓരോ പാട്ടൊക്കെ നമ്മളെ ജീവിതത്തിനെ മാറ്റിമറിക്കാനായിട്ടൊക്കെ ഭയങ്കര ശക്തിയുള്ളതാണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോഴേക്കും ഇതുപോലെ ഏതെങ്കിലും സങ്കടപ്പാട്ട് കേട്ടാൽ നമ്മളൊക്കെ അപ്പം സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നും. അത്രയ്ക്ക് കഴിവാണ് ഈ സംഗീതത്തിന്, ഈ പാട്ടിനുമൊക്കെ. എനിക്കാണെങ്കിൽ ഈ മഞ്ജു വാര്യരുടെ ഈ സിനിമയും അതുപോലെ തന്നെ ഇതിലെ ഈ പാട്ടുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പാട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരുപാട് കേൾക്കണത് ഈ പാട്ടാണ്. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, വിജനതയിൽ പാതി വഴി, അതിലുള്ള ഓരോ വരികളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമുള്ള പാട്ടുകളാണ് അതെല്ലാം. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സീരിയലിലൊക്കെ ആയിരുന്നാലേ പിന്നെ അതിനിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ വെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാക്കയായിരുന്നാലും വേറെ കിളികളായിരുന്നാലും വരണുണ്ട് വെള്ളം കുടിക്കാനൊക്കെ. അപ്പോൾ ഇന്ന് പൂരിയായിരുന്നു, അങ്ങനെ പൂരിയും വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ തുണി അലക്കി വെച്ചിരിക്കുകയായിരുന്നു, അതൊക്കെ കൊണ്ട് മേളിൽ വിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേശുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളും ഇതൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ നല്ലൊരു പണി തന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചോർന്ന് പോകും പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പാടാണ്. പിന്നെ അത് മൊത്തം അവിടെ തുടച്ച് വൃത്തിയാക്കണം. എപ്പോഴും അങ്ങനെ തന്നെ കുറേ ദിവസം അങ്ങനെ ആയിരിക്കും. വീണ്ടും
അതങ്ങ് അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് തനിയെ അങ്ങ് ഓക്കെ ആയിക്കോളും. പിന്നെ അത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല. എല്ലാ ഡ്രസ്സുകളും വാഷിംഗ് മെഷീനിൽ ഇടുന്നവരാണ്. പക്ഷേ എനിക്കിങ്ങനെ പുതിയത് കേശുവിൻ്റെ യൂണിഫോം കാര്യങ്ങൾ അതൊക്കെ ഇടാനായിട്ട് എന്തോ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. അതൊക്കെ അല്ലാണ്ട് കൈ കൊണ്ട് തന്നെയാണ് അലക്കിയിടണത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില സീരിയലുകളുണ്ടല്ലോ, അയ്യോ ഒരു സ്ത്രീനെ ഇങ്ങനെ അടിച്ചമർത്തി കണ്ണീരും കയ്യുമായിട്ട് നടക്കുന്നത്, അവളിങ്ങനെ ത്യാഗം സഹിച്ച് കിടക്കുന്നത്, നമ്മൾ അതൊക്കെ കാണുമ്പോഴേക്കും സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യും പോലെ എനിക്ക് തോന്നുന്നത്. ഉപ്പുമുളക് സീരിയലില്ലേ, ഉപ്പുമുളകിലെ നീലുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അതൊക്കെ കാണുമ്പോഴേക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടും കുറച്ച് തൻ്റെയുടെ ഉള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മൾ എന്തിനാണ് എപ്പോഴും ഈ കണ്ണീരിക്കിനാവുമായിട്ടൊക്കെ നടക്കുന്നത്? അപ്പോൾ ഇനി അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു കമൻ്റ് ഇട്ടവർക്ക് മനസ്സിലാവും ഞാൻ തന്ന മറുപടി അവർക്കുള്ളതാണെന്നുള്ളത്. ഞാൻ അപ്പം തന്നെ എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഈ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴേ എനിക്കങ്ങനെ അധികം വരാറില്ല എന്നതാണ് സത്യം. ആകെ കുറച്ച് കമൻറ്റേ വരാറുള്ളൂ. അതും മാക്സിമം നല്ല രീതിയിലുള്ള കമൻറ്റുകളാണ് വരണത്. ഈ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഞാൻ അപ്പം തന്നെ അതിന് ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മൾ ചുമ്മാ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണേ എന്തിന്? അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതിന് മറുപടി കൊടുക്കാനും പോകില്ല. എന്ത് പറഞ്ഞാലും നമ്മൾ മറുപടി കൊടുക്കാൻ പോകുമ്പോഴേക്ക് വീണ്ടും നമ്മൾ എനർജി പോകും. നമ്മൾ അതിന് മറുപടി കൊടുത്ത് അതിനുള്ള മറുപടി അവർ തന്ന് അതിൻ്റെക്കാലം അതിനേക്ക് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ആ ശല്യം അങ്ങ് തീരുമല്ലോ. അങ്ങനെ ഇതാ കേശുക്കുട്ടൻ ഒരു സാൻഡയുടെ ഡ്രസ്സ് അന്ന് വാങ്ങിയില്ലേ, ഇപ്പോൾ ഇതാ രാവിലെ അതും ഇട്ട് അവിടെ കളി തുടങ്ങി. കാരണം ഇന്നലെ സ്കൂളിൽ സാൻഡയൊക്കെ വന്നായിരുന്നു. അപ്പോൾ തൊട്ട് പറയണോട്ട് എനിക്ക് സാൻഡയുടെ ഡ്രസ്സ് ഇടണമെന്ന്. അപ്പം നമ്മൾ കാപ്പിക്കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പഴിഞ്ഞു കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് നന്ദു കൊണ്ടേ വീട്ടിൽ, അവൾ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പം നമ്മളിന്ന് രാവിലെ പഴിഞ്ഞു കുടിക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ വെച്ച് ചോറ് ആരും അങ്ങനെ എടുത്തില്ല, വേറെ ചോറുള്ളതുകൊണ്ട് അതാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് എന്തെന്ന് പറഞ്ഞാൽ പഴിഞ്ഞു കുടിക്കാനായിട്ട് ഞാൻ വെച്ചിട്ട് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചോറ് അതിൽ നിന്ന് മാറ്റി, ചിലപ്പോൾ അത്രയും ചോറ് ചിലവായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അരി ആട്ടാകുമ്പോഴേക്കും എടുക്കാം. അങ്ങനെ പഴിഞ്ഞിക്കുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇടിച്ച് ചതച്ച് ആ പഴിഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കാന്താരി മുളക് വേണം അതിലിടാനായിട്ട്. അങ്ങനെ ഞാൻ എന്താ അപ്പുറത്ത് സുനിത ചേച്ചിയുടെ വീട്ടിൽ പോവേടെ കാന്താരി എടുക്കാനായിട്ട്. പക്ഷേ അവിടെ വെള്ളക്കാന്താരിയാണ്, നമ്മൾ സാധാരണ പച്ചക്കാന്താരി ഇല്ലേ, ഒറിജിനൽ കാന്താരി, അതാണ് നല്ലത്. ഇപ്പം അതില്ലാത്തത് കൊണ്ട് വെള്ളക്കാന്താരി എടുക്കണമെന്നേ ഉള്ളൂ. ഇതിനും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്തത് നോക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഏകദേശമൊക്കെ ആയി. ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു ഒരു വെള്ളക്കാന്താരി, എന്തോ അത് ഒട്ടും എഴുമ്പേറ്റില്ലാതെ ഒരുമാതിരി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ട് അതങ്ങ് പട്ടുപോയി. അല്ലാതെ ഒരു കാന്താരി ഞാൻ ഇടയ്ക്ക് കാണിച്ചില്ലേ, അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ നോക്കിയോ പെരിച്ചാഴി കുത്തി തോണ്ടിയിട്ടിരുന്നു. അതോടെ അതിൻ്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ട കാന്താരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത്, അതിൻ്റെ എരിവ് ഇറങ്ങണമല്ലോ, വെറുതെ ഇട്ടാൽ അതിൻ്റെ എരിവ് ഇറങ്ങില്ലല്ലോ, അതിലങ്ങ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ എന്ത് പറയാനായിട്ട് അതിൻ്റെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത്, മുളകും ഇട്ട് കൊടുത്ത്. ഇനി ഞാൻ പോണത് തൈര് വാങ്ങാനാണ്. തൈര് വീട്ടിലിരുന്നതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ കുറച്ച് തൈര്, കുറച്ചെന്നല്ല ഒരു കവർ തൈര് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോവുകയാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂവാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് നിറച്ച് പൂ തൊലഞ്ഞ് കിടപ്പുണ്ട്. അതിൽ തേൻ കുടിക്കാനായിട്ട് എപ്പോഴും ഇതുപോലെ ഈച്ചയും വണ്ടും ഒക്കെ കാണും കേട്ടോ. ഞാൻ ഇടയ്ക്ക് എപ്പോഴും അവിടെ പോയപ്പോൾ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ഇട്ടതേ ഉള്ളൂ. ആ പൂവിൻ്റെ ആ മരത്തിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എനിക്കതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പോയിട്ട് തൈരും വാങ്ങിച്ച്, തൈര് മുളകും വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുത്തിട്ട് അതിലങ്ങ് ഒഴിച്ചിടാം. അപ്പോൾ പഴിഞ്ഞിയിൽ എന്താ പറയുക, പഴിഞ്ഞി എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ് കേട്ടോ. നമ്മൾ പഴിഞ്ഞി എന്നാണ് പറയണത്, അതുകൊണ്ടാണ് അങ്ങ് പഴിഞ്ഞി പറഞ്ഞത്. ആ കലത്തിൽ, അത് മൺകലത്തിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ നല്ല തണുത്തിരിക്കും. ആ തണുത്ത പഴിഞ്ഞിയിലോട്ട് കൊച്ചുള്ളിയും കാന്താരി മുളകും കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതങ്ങ് അടച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെന്തായാലും 1 മണിയാവുമല്ലോ കുടിക്കുമ്പോഴേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല സെറ്റായിട്ടിരിക്കും. ഈ പഴങ്കഞ്ഞി കടയിലൊക്കെ ഇതെല്ലാം തലേ ദിവസമേ ഇട്ട് വെക്കുമെന്നാണ് ഞാനൊരു വീഡിയോ കണ്ടത്, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളായിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടാട്ട മുളക് വാങ്ങിച്ചിട്ടുണ്ടോ, നല്ല തൈര് മുളക്, അതിനെ അങ്ങ് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ വാങ്ങിച്ച നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെയല്ല, മെനങ്ങാന്ന് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നെത്തോലിയാണ്.
അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു ഇന്ന് ഇനി അത് കറി വെക്കേണ്ട, അങ്ങ് പൊരിച്ചാൽ മതി, നമ്മൾ എന്തായാലും പഴഞ്ഞല്ലേ കുടിക്കണത്. അപ്പോൾ ഒരുപാട് നെത്തോലി ഉണ്ടായിരുന്നു, അതിനെല്ലാം കൂടെ അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് ഈ കൊണ്ടാട്ടം മുളക് പൊരിച്ചെടുത്തിട്ട് നെത്തോലിയും കൂടെ വറുത്തെടുക്കണം. പിന്നെ മരിച്ചിനി ഇരിപ്പുണ്ട്, അപ്പോൾ മരിച്ചിനി ഒന്ന് ഉടച്ച് വെക്കണം. പഴഞ്ഞിക്ക് അത് സൂപ്പറല്ലേ. അങ്ങനെ അമ്മ അവിടെ മരിച്ചിനി കൊത്തിയരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നെത്തോലിയും കൂടെ വറുത്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ആകുമ്പോഴേക്ക് പഴഞ്ഞിക്കുള്ള സംഭവങ്ങളെല്ലാം എന്താ ഇവിടെ റെഡിയായി. അയ്യോ, ഫുള്ള് റെഡിയായെന്ന് പറയാൻ പറ്റൂല ചേട്ടാ. അതാ ഈ ഒരു അച്ചാറിടണം. കുറേ ദിവസമായേ വാങ്ങിച്ചിട്ട്. സത്യം പറഞ്ഞ് ഞാൻ അച്ചാറിടുമ്പോഴത്തേക്ക് ഒരു വീഡിയോയും കൂടി എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. 2 മാതള നാരങ്ങ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനിത് പറയുമ്പോഴേക്ക് കുറേ പേര് പറയാറുണ്ട് നല്ല മാതള നാരങ്ങയെന്ന്. നമുക്ക് അറിഞ്ഞുകൂടെ, ഞങ്ങൾ ഇതിനെയാണ് മാതള നാരങ്ങ എന്ന് പറയണത്. അച്ചാറ് നാരങ്ങയില്ലേ. അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും നാരങ്ങയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ അവിടെ മരിച്ചീനി കഴുകി അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരുവാടല്ല, നമ്മൾ നെത്തോലി മീനും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ആവും. അതുപോലെ തന്നെ ഈ പഴങ്കഞ്ഞി എന്ന് ഞങ്ങൾ ഈ അടുത്തിടയ്ക്കാണല്ലോ ഈ പഴങ്കഞ്ഞി കടയൊക്കെ ഇത്രയും ഫേമസ് ആയതല്ലേ. എല്ലാ ഹോട്ടലിലും പഴങ്കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ ആൾക്കാരെ തിരക്കൊക്കെ ആയത്. ഞാൻ ആദ്യമായിട്ട് കുടിക്കണത് എപ്പോഴാണെന്ന് അറിയാമോ? ഞങ്ങൾ മണികെട്ടമ്പലത്തിൽ പോകുമായിരുന്നേ. മണികെട്ടമ്പലത്തിൽ പോയിട്ട് 1 വർഷം മണി കെട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞ് പൊങ്കാല ഇടണമെന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ കോവിഡിന് മുന്നേ ആയിരുന്നു, എല്ലാ മാസവും പോകുമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പേരും കൂടെ ചേർന്നാണ് പോണത്. നല്ല രസമായിരുന്നു കേട്ടോ ആ യാത്രയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയിട്ട് വന്നപ്പോഴേക്കും അത് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്ന സമയത്താണ് അവിടെ നിന്ന് ആ അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്ത് അവിടെ അവിടെ എവിടെയോ വെച്ചിട്ടാണ് ഒരു പഴങ്കഞ്ഞി കടയിൽ കയറിയത്. അവിടെ കയറി പഴങ്കഞ്ഞി കുടിച്ചു. എൻ്റെ മോനെ ഒരു ചട്ടിയിലാണ് കൊണ്ടുവന്നത്. എന്തൊക്കെ കറികളാണെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു ചട്ടി മൊത്തം ഒരാൾക്ക് കുടിക്കാനൊന്നും പറ്റൂല, അത്രയ്ക്കുണ്ടായിരുന്നു. നമുക്കിപ്പോൾ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞി കുറവാണെങ്കിലും അതിൽ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഹെവി അല്ലേ. മരിച്ചിനി ഉടച്ചതുണ്ടായിരുന്നു, കരുവാട് പൊരിച്ചതുണ്ടായിരുന്നു, തൈര്, മുളക്, എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ തൊട്ട് കുറേ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ എന്നിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ, എക്സ്ട്രാ ആയിട്ട് മീൻ പൊരിച്ചതും കൂടെയൊക്കെ വാങ്ങിച്ച് എല്ലാം കൂടെ കുടിച്ചിട്ട് വയറ് പൊട്ടിപ്പോയെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് മണികെട്ട അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെ വെളുപ്പാൻ രാവിലെയാണല്ലോ പോണത്. പോയിട്ട് ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വഴിയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാപ്പി കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയപ്പോഴേക്കും അവിടെ നിന്ന് ഊണെന്തോ കഴിച്ചെന്ന് തോന്നി. 7:30 അല്ല, നമ്മൾ വന്ന് കുറച്ച് ലേറ്റായി വന്നപ്പോഴേക്കും. നമ്മൾ വേറെ എവിടെയൊക്കെ പോയിട്ടാണെന്ന് വന്നത്. അങ്ങനെ അവിടെ കയറി ഊണ് കഴിക്കാനായിട്ട് കയറിയപ്പോഴേക്ക് മീൻ പൊരിച്ചത്, റോസ്മേരി ഒന്നും അങ്ങനെ എന്തായിരുന്നു മീനിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ പൊരിച്ച മീൻ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊരിച്ച മീൻ വാങ്ങിച്ചു. അങ്ങനെ എനിക്കാണെങ്കിലോ എനിക്കത് കഴിക്കാൻ പറ്റില്ല. എനിക്ക് പിറ്റേന്ന് ആയില്യമായിരുന്നു. എനിക്ക് ആയില്യ വ്രതം ഉണ്ടായിരുന്നു. ആയില്യത്തിന് പൊങ്കാല ഇടണമായിരുന്നു. അപ്പം ഞാൻ മാത്രം കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. ബില്ല് വന്നപ്പോഴുണ്ട് എൻ്റെ പൊന്നോ, എല്ലാവരെയും കണ്ണു തള്ളിപ്പോയി കഴിച്ചവരുടെ എല്ലാവരും. ആ ഒരു മീൻ പൊരിച്ചതിന് 650-700 രൂപയായിരുന്നു, ഒരു മീൻ പൊരിച്ചതിന് മാത്രം. അങ്ങനെ അന്ന് അവിടെ ഹോട്ടലുകാരൊക്കെ ആയിട്ട് വഴക്കും കൂടിയിട്ടൊക്കെയാണ് വന്നത്. ഇത്രയൊക്കെ രൂപ, എത്ര വില ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമുക്ക് പേടിയാണ്. ഹോട്ടൽ കാണുമ്പോഴേ നമ്മളിങ്ങനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ കയറാറേ ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വരുമ്പോഴേക്ക് ചെറിയ ഹോട്ടലുകളിൽ നിന്നൊക്കെയാണ് കയറണത്. അങ്ങനെ പിന്നെ നമ്മളൊരു സ്ഥിരം ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ അവിടെ കയറിയിട്ടാണ് ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടേക്ക് നിന്നിട്ട് വരുമായിരുന്നു. നല്ല നല്ല യാത്രയായിരുന്നു അത്. അങ്ങനെ 1 വർഷം നമ്മൾ പോയി അവിടെ പൊങ്കാലയിട്ട്. പിന്നെ ഇനി കേശുവിനെയും കൊണ്ട് ഇതുവരെ പോയിട്ടില്ല, പോകണം. ഇനി ഒരു ദിവസം പോകണം അവിടെ. അപ്പോഴാണ് ഞാൻ ആ ജങ്കാറിലൊക്കെ കയറുന്നത് ആദ്യമായിട്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം പോയപ്പോഴേക്കും വള്ളത്തിൽ പോയി. നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് വള്ളത്തിൽ പോയത്, അല്ലെങ്കിൽ ജങ്കാറിലാണല്ലോ പോണത്. അപ്പോൾ മോനെയും കൊണ്ട് പോകണം ഇനി ഒരു ദിവസം. അപ്പോൾ എന്താ ഞാൻ എന്തോന്ന് നാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളിയും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതിനെ വേവാനായിട്ട് വെക്കുകയാണേ. വെളുത്തുള്ളി മാത്രമല്ല, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ടാണ് വേവാൻ വെക്കുന്നത്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒന്ന് ചൂട് കയറി തുടങ്ങുമ്പോൾ തൊട്ട് ഇതിങ്ങനെ ഉരുകി വെള്ളമാവാൻ തുടങ്ങും പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് അങ്ങ് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്തെടുത്താൽ നല്ല കിടിലൻ അച്ചാറ് കിട്ടും. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം
കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ സമയം കൊണ്ട് മരിച്ചിനെയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ പൊരിച്ച മീൻ കോരി ആ ഒരു കണ്ണാപ്പ ഉണ്ടല്ലോ, അതിൽ ആ പൊരിച്ച മീനിൻ്റെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ കുറച്ച് ഇതിങ്ങനെ കപ്പ എടുത്തിട്ട് കഴിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴേക്കും ആ പൊരിച്ച മീനിൻ്റെ അരപ്പിൽ കഴിക്കുമ്പോഴേക്ക് നല്ല ചൂടുമായിരുന്നു, ആ പൊള്ളും പോലെ തോന്നി. എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിച്ചപ്പോൾ. അച്ചാർ റെഡിയായി. ഇനി അതിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് താളിച്ചൊഴിച്ചില്ലല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കണത്. നല്ലെണ്ണ ഒഴിച്ച് കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നമ്മൾ അച്ചാർ റെഡിയായി. അങ്ങനെ പഴങ്കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ ഇനി നമ്മൾ ആ ഡൈനിങ് റൂമിലോട്ട് ചെന്നപ്പോഴുണ്ട് എൻ്റെ പൊന്നോ, തല തല്ലി ചാവാൻ തോന്നുമെന്ന് പറയില്ല, അതുപോലത്തെ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഇവിടെ നിന്നാണല്ലോ രാവിലെ പോകണം, മേളങ്ങളും ഒരുക്കങ്ങളും എല്ലാം കൂടെ വാരി വലിച്ചിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതാ കണ്ടില്ലേ, പകുതി കൂടുതലും ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചേട്ടൻ കയറിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ആന കരിമ്പം കാട്ടി കയറിയിട്ട് ഇറങ്ങുമ്പോൾ എല്ലാം കൂടെ അങ്ങ് വാരി വലിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വൃത്തിയാക്കി ഇടണം. നമ്മൾ ഈ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴേക്ക് റൂം ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ തലപ്രാന്ത് കൂടും. അങ്ങനെ ഇനി ഞാനത് ചേട്ടൻ ഇട്ട ഡ്രസ്സാണോ അല്ലെ കഴുകാനുള്ളതാണോ എന്ന് ഓർമ്മയില്ല, അതാണ് മണപ്പിച്ച് നോക്കിയത്. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ കഴുകിക്കൊണ്ടിട്ടതായിരുന്നു. ഇതെല്ലാം ഒന്ന് മടക്കി വയ്ക്കണം. പിന്നെ ചോദിച്ചില്ലേ ചേച്ചി എവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങണതെന്ന്. ഞാനെല്ലാം വാങ്ങണത് മീഷോയിൽ നിന്നാണ് കേട്ടോ. മീഷോയിൽ നല്ല സൂപ്പർ ടോപ്പുകളുണ്ട്. അതും നമുക്ക് കോംബോയിലാണ് കിട്ടണത്. മിക്കവാറും ഞാൻ ഒരുമിച്ച് ഒറ്റയായിട്ട് വാങ്ങുന്ന റേറ്റിന് കോംബോയിൽ കിട്ടും. അപ്പോൾ ഞാൻ മിക്കവാറും ഇപ്പോൾ കോംബോയിലാണ് വാങ്ങുന്നത്. നല്ല ലാഭമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഇടുന്ന ടോപ്പുകൾ ചിലതൊക്കെ എനിക്കൊരു 3 വർഷമായത് 4 വർഷമായ ടോപ്പുകളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ, ഇങ്ങനത്തെ ടോപ്പുകൾ വാങ്ങുമ്പോഴേക്കും ഭയങ്കര വിലക്കുറവാണ്, 200 രൂപയിൽ താഴെ ഉള്ളൂ. ഇത് വാങ്ങുമ്പോഴേക്കും നമുക്ക് കീറിപ്പോണ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ കളറ് പോകുമെന്നോ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. വീട്ടിലിടാനായിട്ട് ധാരാളം. സത്യം പറഞ്ഞ് ഞാനിതെല്ലാം വീട്ടിലിടാനാണ് വാങ്ങണത്. കുറച്ച് നമുക്ക് റേറ്റിൻ്റെ ഇത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ നോക്കുമ്പോഴേ ടെക്നോ പാർക്ക് ഈ ഇൻഫോസിസിലൊക്കെ ഉള്ള മിക്ക പിള്ളേരും ഈ ടോപ്പുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇട്ടുകൊണ്ട് വരണത്. കാരണം നല്ല കിടിലൻ ടോപ്പുകളാണല്ലോ. നമ്മൾ വിചാരിക്കുമ്പോഴേക്കും നമുക്ക് തോന്നും അയ്യോ ഇത്രയല്ലേ ഉള്ളൂ റേറ്റ്, അതുകൊണ്ട് നമുക്കൊരു മനസ്സ് വരില്ല സത്യം. ഞാൻ പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നിന്നാൽ ഇതിട്ടുകൊണ്ട് തന്നെ കടയിലും പോവും. കുറച്ച് ഇവിടെ നമ്മൾ ലോക്കലായിട്ട് കുറച്ച് യാത്രകളൊക്കെ കാണുമല്ലോ, അവിടേക്ക് എനിക്ക് നിന്ന നിലയിൽ അങ്ങ് ഇറങ്ങി പോകാനായിട്ട് പറ്റും. പിന്നെ ഡ്രസ്സ് മാറ്റണമെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കുറച്ച് പാൻസുകൾ മാത്രം വാങ്ങിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്തിടാനായിട്ടൊക്കെ പറ്റും. അങ്ങനെ ഡ്രസ്സുകളെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ച് വാരി ഇട്ടാൽ അയ്യോ പകുതി കൂടുതൽ ജോലി അങ്ങ് തീരും. ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിട്ടുകൊണ്ട് വരണത്, പിന്നെ അലക്കിയത് എല്ലാം കൂടെ എടുത്തത് അവിടെ അങ്ങ് ഈ ഒരു സെറ്റിയിൽ കൊണ്ടങ്ങ് ഇട്ടേക്കും. നമുക്കെപ്പോഴും ഒരു ചെയറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാണുമല്ലോ തുണികളെല്ലാം കൂടെ കൊണ്ടിടാനായിട്ട്. നമുക്കിവിടെ ഉള്ളത് ആ ഒരു സെറ്റിയാണ്. എല്ലാം കൂടെ കൊണ്ട് അതിൻ്റെ മേലെ അങ്ങ് ഇട്ടിരിക്കും. ചിലപ്പോൾ തുണി അലക്കിയതൊക്കെ ഞാൻ അവിടെ മാറിക്കൊണ്ടിട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും അമ്മ അതെല്ലാം കൂടെ അടുക്കി അവിടെ വെച്ചിരിക്കും കേട്ടോ, മടക്കി അവിടെ വെച്ചേക്കും. അപ്പോൾ ഭയങ്കര എളുപ്പമല്ലേ, പിന്നെ അതങ്ങ് എടുത്ത് വെച്ചാൽ മതിയെന്ന് തോന്നും. പിന്നെ ഇതാ അവിടെയുള്ള ക്രീമെന്ന് വെച്ചാൽ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എടുത്തിട്ട് വാസലിൻ, എനിക്കാണെങ്കിൽ ഈ മഞ്ഞ് സമയമാകുമ്പോൾ ചുണ്ട് പൊട്ടുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് വാസലിൻ ഇല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങും. എനിക്കിപ്പോൾ അതിനേക്കാളും ഈ വാസലിൻ ഇട്ടപ്പോഴേക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ ആകുമ്പോഴേക്കും അത് വേണം. അപ്പോൾ അങ്ങനെയുള്ളത്, പിന്നെ കഴുകാനുള്ളത്, അലക്കി ഇതെല്ലാം മാറ്റി ഇടണം. ചേട്ടൻ്റെ പാൻറ്റുകൾ കണ്ടില്ലേ, ആളെന്ത് ചെയ്യുമെന്നറിയാമോ, ഏത് പാൻറ്റ് ഇടണമെന്ന് അറിയാൻ വേണ്ടി എല്ലാം കൂടെ എടുത്തങ്ങ് വെളിയിലിടും. എന്നിട്ട് അവിടെ അങ്ങ് ഇട്ടിട്ട് പോവും. അപ്പോൾ അതുമൊക്കെ എല്ലാം ഒന്ന് അടുക്കി പറക്കി മടക്കി വെച്ചാൽ അയ്യോ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കും. രാവിലെ അടിച്ച് വാരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാലും നമ്മൾ ജോലിയൊക്കെ തീരുമ്പോഴേക്കും വീണ്ടും അവിടെ ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കും പോലെ തോന്നും. വീണ്ടും ഫുള്ള് പൊടിയാണ്. പ്രത്യേകിച്ച് കേശുള്ള ദിവസമാണെങ്കിൽ പറയാൻ വേണ്ട, അവ എല്ലാം വാരി വലിച്ച് അവിടെ ഇട്ടേക്കും. അപ്പോൾ വീണ്ടും അടിച്ച് വാരി വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് ഇനി പഴിഞ്ഞു കുടിക്കാം.
അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇതാ ഹാളിലോട്ട് വന്നപ്പോഴേക്ക് ആ സെറ്റി ഉണ്ടല്ലോ, ഈ സെറ്റിയിൽ അങ്ങറ്റം ഇങ്ങറ്റം കേശു ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി ഇട്ടേക്കും. അത് കാണുമ്പോൾ തലപ്രാന്ത് എടുക്കും. അപ്പോൾ പത്രം വന്നാൽ വായിക്കാൻ പോലും പറ്റില്ല. അവൻ എന്തെന്ന് വെച്ചാൽ ചുരുട്ടി കൂട്ടി ഒരു കളയൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കൂല. പക്ഷേ ഇന്നിങ്ങനെ വലിച്ചിട്ടതേ ഉള്ളൂ, അതിന് ചുരുട്ടി കൂട്ടിയില്ല. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ സമാധാനം. അപ്പോഴേക്ക് പഴിഞ്ഞു കുടിക്കാനായിട്ടുള്ള സമയമായി. അപ്പോൾ അതാ പഴിഞ്ഞിക്കുളങ്ങി ചമ്മന്തിയും കൂടെ അരച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ മുളക് ചമ്മന്തി, അച്ചാർ, മീൻ പൊരിച്ചത്, പിന്നെ എന്തോന്ന് മരിച്ചിനി, ഇത്രയും സംഭവങ്ങളാണ് പഴിഞ്ഞു കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നന്ദു ഉണ്ട്. അപ്പം നമ്മൾ 3 പേരും കൂടെ പഴിഞ്ഞു കുടിക്കാനായിട്ട് പോവുകയാണ്. കേശു ഇപ്പം നല്ല ഉറക്കമാണ്. മോന് പഴിഞ്ഞു കൊടുക്കണില്ല, അല്ലെങ്കിൽ അവൻ കുടിക്കുകയില്ല. അപ്പോൾ മോന് അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട്, അവൻ അപ്പം ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തത് കേട്ടോ. അങ്ങനെയുള്ളൊരു പാത്രം ആകുമ്പോഴേക്ക് കുറച്ച് സമാധാനമായിട്ട് പഴിഞ്ഞു കുടിക്കാമല്ലോ. അങ്ങനെ അമ്മ കറികളും കാര്യങ്ങളും എല്ലാം അതിൽ വിളമ്പി വയ്ക്കുകയാണ്. മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ മൺചട്ടിയിലൊക്കെ ഇവിടെ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ചട്ടി എടുത്തതേ ഉള്ളൂ. എല്ലാം കൂടെ കലക്കി ഒന്ന് കുടിക്കുമ്പോൾ കിട്ടണ ഒരു ആശ്വാസം ഉണ്ടല്ലോ. അയ്യോ എന്ത് രസമാണല്ലേ പഴിഞ്ഞ് ഇങ്ങനെ കലക്കി കുടിക്കാനായിട്ട്. അതുപോലെ നമ്മൾ എത്ര കുറച്ച് കുടിച്ചാലും പെട്ടെന്ന് വയറ് വീർക്കും പോലെ തോന്നും. കുറച്ചൊന്നും തന്നെ പഴിഞ്ഞ് കുറവാണെങ്കിലും ബാക്കി സംഭവങ്ങളെല്ലാം കൂടുതലല്ലേ. അതുപോലെ ഞാൻ പണ്ട് മെലിഞ്ഞ് എല്ലും തോലുമായിട്ടിരുന്ന സമയത്തുണ്ടല്ലോ, ആൾക്കാർ പറയും രാവിലെ പഴിഞ്ഞു കുടിച്ചാൽ മതി വണ്ണം വയ്ക്കുമെന്ന്. അങ്ങനെ രാവിലെ വണ്ണം വയ്ക്കാൻ വേണ്ടിയൊക്കെ പഴിഞ്ഞു കുടിക്കുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണോ എന്താണെന്നൊക്കെ. നമ്മൾക്ക് ഓരോരുത്തർ പറയുമ്പോൾ അതുപോലെ ചെയ്യുമല്ലോ. അങ്ങനെ പഴിഞ്ഞൊക്കെ കുടിച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് കേശുവിനെ മുടി വെട്ടാനായിട്ട് കൊണ്ടുപോയി. ചേട്ടനും മുടി വെട്ടണം വരുന്നത്, കേശുവിനും മുടി വെട്ടണം. അങ്ങനെ കേശു ആകെപ്പാടത ഇവിടെ മാത്രമേ വരുള്ളൂ മുടി വെട്ടാനായിട്ട്. നമ്മളെ കുളത്തൂർ തന്നെ ഉള്ളതാണ് ഓറഞ്ച് സലൂണ്. വേറെ എവിടെ കൊണ്ടുപോയാലും അവ ഇരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ മുടി വെട്ടാനായിട്ട് അവൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് അങ്കിളുമാരുണ്ട്. അതിലൊരാളാണ് ഈ പയ്യൻ. അപ്പോൾ അവനൊരു 3 പേരെടുത്ത് മാത്രമേ അവ ഇരിക്കുകയുള്ളൂ. അവർക്കും അറിയാം അവരെടുത്ത് ഇരിക്കുകയുള്ളെന്ന്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവർ ഫ്രീ ആവണത് വരെ ഞങ്ങളിങ്ങനെ നിൽക്കും അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ കേശു ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേശു ഗുരുസ്വാമിയായെന്ന്. അതിനാണ് കേശു ചിരിക്കുന്നത്. ഞാൻ ഗുരുസ്വാമിയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ദാ അവിടെ മുടി വെട്ടാനായിട്ട് തുടങ്ങി. फेमस आएगा पक्का, फेमस आएगा। वो हमारा चैनल फेमस है ना. ये അങ്ങോട്ട് പോയിക്കും ഇവരെ ഈ പരിവാക്കി തന്നേ. 1 മില്യൺ സബ്സ്ക്രൈബറാണ്. പൈസ തന്നേ ഇടുള്ളൂ. അപ്പോൾ ചേട്ടൻ ചുമ്മാ അവിടെ തള്ളേണേണ്ട. ആ പയ്യനൊരു ബംഗാളി പയ്യനല്ലേ, അവർ നമ്മളെ ചാനലെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ പറയുന്നത് നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബറുള്ള ചാനലാണ്, ഭയങ്കര ഫേമസ് ആണ്, ഇനി നീ വൈറലാവുമെന്നൊക്കെ പറയണം. കുറേയൊക്കെ അവർ മനസ്സിലായി ചുമ്മാ കളിയാക്കണതാണെന്ന്. എന്നാലും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് കേശുവിനെ മുടി വെട്ടാൻ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ കുഞ്ഞിലേന്ന് എൻ്റെ പൊന്നെ നമ്മളൊരു 4 പേര് പിടിച്ചാൽ പോലും നിൽക്കില്ല. ഭയങ്കര വിളിയാണ് കേശു, കാരഞ്ഞ് നില വിളിച്ച്. അപ്പോൾ അന്ന് തൊട്ട് കുഞ്ഞിനെ തൊട്ട് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ കോവിഡ് സമയമായിരുന്ന സമയത്ത് വീട്ടിൽ വന്നാണല്ലോ മുടി വെട്ടണത്. അപ്പോഴും ഒരാൾ വരുമായിരുന്നു, അപ്പോഴും ഇതുപോലെയാണ്, ഭയങ്കര നിലവിളിയാണ് കേശു. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ ഇതാ സ്വന്തമായിട്ട് ഇരുന്ന് നല്ല സൂപ്പറായിട്ട് അവൻ തന്നെ പറയും അവൻ ഏത് മോഡൽ വേണമെന്ന്. ആ മോഡലിലങ്ങ് വെട്ട്. പിന്നെ ഇന്നിപ്പം ഇനി സ്കൂൾ അവധിയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മോഡലിലൊക്കെ വെട്ടിയാലും സാരമില്ല. എന്നാൽ ഇല്ലെങ്കിലും അവരുടെ സ്കൂളിൽ അങ്ങനെ ഒന്നും പറയാറില്ല. അവരിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയൂല കേട്ടോ, ഇങ്ങനെയൊന്നും ഹെയർ സ്റ്റൈൽ പാടില്ല എന്ന്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുള്ളൂ, ഇതുപോലെ ഇങ്ങനെയാണോ മുടി വെട്ടണമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാ ഇന്ന് ഇതുപോലെയാണ് മുടി വെട്ടിയത്. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞപ്പോഴേക്കുള്ള ഷോ ഓഫാണ് ഈ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ കേശുവിൻ്റെ ക്രിസ്മസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ കാണിക്കാം. കേശുവിൻ്റെ ഡാൻസിൽ ജിങ്കിൾ ബെല്ലാണ് കേശു കളിച്ചത്. അപ്പോൾ കേശു ഏറ്റവും ബാക്കിലായിരുന്നു, അതുകൊണ്ട് മോൻ അത്ര കാണാൻ പറ്റിയില്ല. ഇതാണ് കേശുവിൻ്റെ കോസ്റ്റ്യൂം ക്രിസ്മസിനുള്ളത്.
ഇതാണ് LKGയുടെ ഡാൻസ്. കേശു ഏറ്റവും ബാക്കിലായതുകൊണ്ട് മോനെ കാണാനില്ല. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർമാരിതാ അങ്ങ് വിട്ടുകൊടുത്തതാണ്. പാട്ടൊക്കെ ഇട്ടിട്ട് ആദ്യങ്ങൾ കളിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഭയങ്കര സെലിബ്രേഷൻ മൂഡിലായിരുന്നു. ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കിടന്ന്. അത് കഴിഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കുകയാണ്. അച്ഛൻ വാ, നമുക്ക് റോഡ് നിൽക്കാം. അച്ഛൻ വരും, വാ. അവന്മാരോട് പറഞ്ഞിട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഹാപ്പി ന്യൂ ഇയർ. വീണ് കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പോവുകയാണ് എല്ലാവരുടെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഇന്ന് ഉച്ചവരെ, ഇന്ന് 2:30 വരെ ഉണ്ട് സ്കൂളിൽ. ഞങ്ങൾ ഇവരെ ഇന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഉച്ചയ്ക്ക് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ബാക്കി പിള്ളേരൊന്നും വിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.